രാജു പി നായർ അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ പോയിന്റ്. ഒരു ആവശ്യമുയർത്തി ഒരു സംഘം, ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു. അക്രമം ഉണ്ടാവുമെന്ന ആശങ്കയിൽ ഭരണകൂടം ആ ഹർത്താലിനെ തടയാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും അവർ ഹർത്താലിൽ നിന്ന് പിന്മാറുകയല്ല ചെയ്യുക. നിലവിലെ ഈ ബില്ലിലുള്ള നിയമം സർക്കാരിന് ഹർത്താൽ തടയാൻ അധികാരം നൽകുന്നുണ്ടെങ്കിൽ അതിശക്തമായ വയലൻസ് ചിലപ്പോൾ തെരുവിൽ പൊട്ടിപ്പുറപ്പെടും. ആ ആവശ്യം ഹർത്താൽ തടയാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമത്തിനെതിരെ ആ സംഘത്തിന്റെ അല്ലെങ്കിൽ തൊഴിലാളിയാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയാവട്ടെ അവർ അതിശക്തമായി തെരുവിൽ പ്രതികരിക്കുകയല്ലേ ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ആ നിയമത്തിലെ ആ ക്ലോസ് യഥാർത്ഥത്തിൽ തിരിച്ചടിയല്ലേ നൽകുക? ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമുക്ക് വളരെ അക്രമോത്സുകമായ സമരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ബസ്സുകൾ കത്തിക്കുക, ജീപ്പുകൾ കത്തിക്കുക ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നിരുന്നു. അതെല്ലാം സ്വിച്ചിട്ട പോലെ നിന്നല്ലോ. എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു, ഹൈക്കോടതി വന്നതിന് ശേഷം കൊണ്ടുവന്നു. ഈ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തത്തുല്യമായിട്ടുള്ള തുക കെട്ടിവെച്ചെങ്കിൽ മാത്രമേ അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. സ്വിച്ചിട്ട പോലെയാണ് നിന്നല്. ഇതൊക്കെ വെറും ഒരു വാദത്തിന് വേണ്ടി പറയാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എത്രമാത്രം സർക്കാർ, ഇപ്പോൾ ഇന്ന് ഭരിക്കുന്ന സർക്കാരല്ല, നാളെ വരുന്ന സർക്കാരും ഇതെങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് രാഷ്ട്രീയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. സെലക്ട് കമ്മിറ്റിയിലാണല്ലോ, അതിനകത്ത് പലവിധ അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് നമുക്ക് മാറ്റാം. നേരത്തെ സൂചിപ്പിച്ച പോലെ മുഴുവനായിട്ട് ബില്ല് അങ്ങ് തള്ളിക്കളയുന്നതിന് പകരം ഇത് എത്രമാത്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഈ ബില്ലിനെ മാറ്റിക്കൊണ്ട് ഇതിനൊരു നേർത്ത വരെയാണ്, ഒരു വളരെ തിൻ ലൈനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിഷേധിക്കാനുള്ള അവകാശവും പ്രതിഷേധിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ സഖാവ് എം ലോറൻസിന് എന്നെക്കാൾ വളരെയധികം പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ്. അദ്ദേഹത്തോട് സ്വാതന്ത്ര്യ സമരത്തിന് ഉപയോഗിച്ചൊരു ആയുധം, അതിൻ്റെ റിലവൻസ് ഒക്കെ ഇന്ന് മാറി. ഇന്ന് പരസ്പരം വെട്ടിക്കൊല്ലുന്നതിൻ്റെ പേരിലാണ് ഈ ഹർത്താൽ നടത്തുന്നത്. ഇനി അതാണെന്ന് കരുതിയാൽ തന്നെ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് മഹാത്മാഗാന്ധി ആ സമരം പിൻവലിച്ചു? അതിൻ്റെ പേരിലുണ്ടായ അക്രമത്തിൻ്റെ പേരിലായിരുന്നു അത്രയും വലിയൊരു സമരം പിൻവലിച്ചത്. ഞാൻ ചുരുങ്ങിയ പക്ഷം അതുമാത്രമേ ഞാൻ ഇതിനെ എതിർക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അതെങ്കിലും കാണിക്കുക. ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എടുക്കാതിരിക്കുക. ഈ ബില്ലിനകത്ത് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ബില്ലിൽ ഹർത്താലിൻ്റെ മറവിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മാനിച്ചുകൊണ്ട് അക്രമം ഉണ്ടായിക്കൊണ്ട് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള പ്രതിഷേധിക്കാനുള്ള പൗരന്റെ അവകാശത്തെയും അതേസമയം തന്നെ ഹർത്താൽ എന്ന ജനവിരുദ്ധമായ ആശയത്തെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളുടെയും ശ്രമത്തെയും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. അത് ഇനിയുള്ള സെലക്ട് കമ്മിറ്റിയിലെ ചർച്ചകളിൽ ഉന്നയിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി രാജു പി നായർ, ശ്രീ എം ലോറൻസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.